നമസ്കാരം, മീഡിയ കമ്പാനിയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു സന്തോഷ വാർത്തയാണ്. രേഖകൾ സഹിതം അപേക്ഷിക്കാൻ സാധിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും തന്നെ ഈ സ്കോളർഷിപ്പിൻ്റെ തുക അവരുടെ അക്കൗണ്ടിലേക്ക് എത്തുകയാണ്. കാരണം ഇത് കഴിവുള്ളവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായാണ് ഈ ഒരു സ്കോളർഷിപ്പ് പദ്ധതി ആവിഷ്കരിക്കുന്നത്. ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതി കൂടിയാണിത്. അപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇത് നടപ്പിലാക്കുന്നത് സ്കോളർഷിപ്പ് സ്പെഷ്യൽ ഓഫീസർ മുഖേനയാണ്. അപ്പോൾ അതിനുള്ള ഫണ്ട് അനുവദിക്കുന്നത് കേരള സർക്കാരാണ്. അപ്പോൾ ഇതിനുവേണ്ടി അപേക്ഷിക്കാനായിട്ട് നമ്മുടെ കേരളത്തിൽ പഠിക്കുന്ന സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു സ്കോളർഷിപ്പ് കൂടിയാണിത്. ഇതിൽ പ്രത്യേകമായ വിധം അപേക്ഷിക്കാൻ വേണ്ടിയുള്ള യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലുമൊക്കെ കലാമേഖലയിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഒരു സ്കോളർഷിപ്പ് കൂടിയാണിത്. കലാമേഖലയിലെ മികവ് എന്ന് ഉദ്ദേശിക്കുന്നത് രചനാ മത്സരങ്ങളിലെ മികവുകളാവാം, അതോടൊപ്പം തന്നെ കലാമത്സരങ്ങളിലെ മികവുകളാവാം. കലാമത്സരങ്ങളായിട്ട് നാട്യകലകളുണ്ടാവാം, അതോടൊപ്പം തന്നെ മറ്റു കലകളും. അപ്പോൾ അങ്ങനെയുള്ള വിഭാഗങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ചിരിക്കുന്ന ഒരു സ്കോളർഷിപ്പ് സ്കീമാണിത്. അപ്പോൾ ആ സ്കോളർഷിപ്പ് രണ്ട് വിഭാഗങ്ങളായി തിരിച്ചാണ്. ഒന്ന് ലിറ്റററി ടാലൻറ്റും ഇനി അതോടൊപ്പം തന്നെ കലാമേഖലയിലുള്ള മികവും എന്ന അടിസ്ഥാനപ്പെടുത്തി രണ്ട് വിഭാഗമായിട്ട് തിരിച്ചാണ് സ്കോളർഷിപ്പ്. ഈ സ്കോളർഷിപ്പിലേക്ക് അപേക്ഷ വയ്ക്കുന്നത് ഓഫ്ലൈനാണ്, അതായത് തപാൽ മാർഗ്ഗം മുഖേനയാണ് അപേക്ഷ വയ്ക്കുന്നത്. അപേക്ഷ വയ്ക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വ്യക്തമായ ഡോക്യുമെൻറ്റുകളോടൊപ്പം തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ തന്നെ വിദ്യാർത്ഥിയുടെ തന്നെ ബാങ്ക് അക്കൗണ്ടാണ് ഇതിനു വേണ്ടി കൊടുക്കേണ്ടത്. അതിനുശേഷം കോളേജിലെ മേധാവി മുഖേന പ്രിൻസിപ്പാളോ ഹെഡ് മാസ്റ്ററോ പ്രിൻസിപ്പാൾ മുഖേന അല്ലെങ്കിൽ സ്കൂൾ പ്രിൻസിപ്പാൾ മുഖേന നമ്മുടെ റെക്കമെൻഡേഷൻ അങ്ങനെ ഓഫ്ലൈൻ വഴി ചെന്നാൽ മാത്രമാണ് അത് പരിഗണിക്കുകയുള്ളൂ എന്നൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. അപേക്ഷിക്കാനായിട്ട് ഫെബ്രുവരി 15 വരെ നിലവിൽ നമുക്ക് സമയം അനുവദിച്ച് തന്നിട്ടുണ്ട്. എത്രയും വേഗം അതുകൊണ്ട് തന്നെ അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കണം ഇതിനു വേണ്ടി അപേക്ഷിക്കാൻ യോഗ്യതയുള്ളത്. ഗവൺമെൻറ് കോളേജുകളാവാം, അതോടൊപ്പം തന്നെ ഗവൺമെൻറ് സ്കൂളുകളാവാം. ഹയർ സെക്കൻഡറി തൊട്ടാണ് സ്കോളർഷിപ്പ് അനുവദിച്ച് കൊടുക്കുന്നത്. ഹയർ സെക്കൻഡറി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ കോളേജിലും 2019-20 അക്കാഡമിക് ഇയറിൽ ഹയർ സെക്കൻഡറിയിലോ അതോടൊപ്പം തന്നെ കോളേജിലോ ഏതെങ്കിലും ഡിഗ്രി കോഴ്സുകൾക്ക് പഠിക്കുന്നവരായിരിക്കണം. ഇനി അതല്ലെങ്കിൽ PG. അപ്പം കലോത്സവങ്ങളിൽ പങ്കെടുത്ത സർട്ടിഫിക്കറ്റാണ് ഇതിനുവേണ്ടി നമ്മൾ ഹാജരാക്കേണ്ടത്. A ഗ്രേഡാണ് ഇതിനുവേണ്ടി മാനദണ്ഡമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കലോത്സവങ്ങളിലോ സംസ്ഥാന യുവജനോത്സവങ്ങളിലോ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിലോ പങ്കെടുത്ത് A ഗ്രേഡിൽ കുറയാതെ യോഗ്യത നേടിയ വിദ്യാർത്ഥിയുടെ സർട്ടിഫിക്കറ്റ് ഇതോടൊപ്പം പിൻ ചെയ്ത് കോപ്പി മതി. അപ്പോൾ അത് നമ്മുടെ കോളേജ് അധികാരിയെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ ശേഷമാണ് അയക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് പരിശീലനത്തിന് നമുക്ക് ചിലവായ തുകയും അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ തുകയും നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയുള്ളൂ. നിലവിൽ യോഗ്യരായ എല്ലാ വിദ്യാർത്ഥികൾക്കും തന്നെ ഈ സ്കോളർഷിപ്പ് കിട്ടും. അപേക്ഷകൾ തെറ്റുകൂടാതെ അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. തപാൽ മാർഗ്ഗമാണ് അയച്ചു വിടുന്നത്. അതും നോർമൽ രീതിയിൽ അയക്കാതെ സ്പീഡ് പോസ്റ്റ് വഴി തന്നെ നിങ്ങൾ അയച്ചു കൊടുത്തോളുക. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അവിടെ എത്തിച്ചേരുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നൊക്കെ ആണല്ലോ, അതനുസരിച്ച് ഒരു പരിഗണന ചിലപ്പോൾ കിട്ടിയേക്കാം. അപ്പോൾ അപേക്ഷിക്കുക. എത്രയും വേഗം അപേക്ഷിച്ച് കഴിഞ്ഞ് ഈ യോഗ്യത നേടാനായിട്ട് ശ്രമിക്കുക. ഇതിനെപ്പറ്റിയുള്ള നമ്മുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്ക് ഒന്ന് ഡൗൺലോഡ് ചെയ്തൊന്ന് നോക്കുക. എന്തൊക്കെയാണ് ഉത്തരവിനകത്ത് പറഞ്ഞിരിക്കുന്നത്, എന്തൊക്കെ രേഖകളാണ് ഇതിനോടൊപ്പം വേണ്ടത്, ആ കാര്യങ്ങളോട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. ഈ സ്കോളർഷിപ്പ് കലാമേഖലയിൽ മികവ് തെളിയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കുമുള്ള ഒരു വലിയ ആനുകൂല്യമാണ്. അതെല്ലാവരിലേക്കും ഒന്ന് എത്തിക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും അതോടെ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുപിടിക്കും.